നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നിരന്തരമായിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് പറയുന്നത് അമേരിക്കൻ നാവികസേന ഹൊർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കുകയും അതുപോലെ തന്നെ അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൊർമൂസ് കടലിടുക്ക് ഭാഗികമായിട്ടെങ്കിലും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ചില കപ്പലുകൾക്ക് മാത്രമാണ് ഇറാൻ പോകാനായി അനുമതി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇറാന്റെ ശക്തമായിട്ടുള്ള സ്വാധീനം അവിടെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ നാവികസേന എങ്ങനെ ഈ ഒരു കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പലരും വിമർശിക്കുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. കാരണം വെനസ്വേല പോലെയുള്ളൊരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. അത് ഇതിനോടകം തന്നെ ട്രംപിനും മനസ്സിലായിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയ്ക്കുള്ളതുപോലെ ശക്തമായിട്ടുള്ളൊരു സൈന്യം ഇറാന്റെ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ പറയുന്ന പ്രസ്താവനകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. ചില റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്ക ഇറാനിലേക്ക് പോകുന്ന കപ്പലുകൾ തടയാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം ഇറാന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമെന്ന് പറയുന്നത് അത് ഓയിൽ കയറ്റുമതിയാണ്. അത് തടഞ്ഞാൽ ഇറാൻ സാമ്പത്തികമായി തകർന്നേക്കാം എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യം അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനായിട്ട് അമേരിക്ക മുതിർന്നാൽ ലോകത്തെമ്പാടുമുള്ള ഓയിലിൻ്റെ വില ഉയരും. അത് തന്നെയല്ല, അമേരിക്ക ഇറാൻ ഈ ഒരു സംഘർഷത്തിൽ അമേരിക്കയ്ക്കുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അത് ചെറുതല്ല. റിപ്പോർട്ടുകൾ പ്രകാരം 28 ബില്യൺ അമേരിക്ക ഈ ഒരു യുദ്ധത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.3 ലക്ഷം കോടി രൂപ അമേരിക്ക ഈ ഒരു യുദ്ധത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക ആയാലും ശരി, ഡൊണാൾഡ് ട്രംപ് ആയാലും ശരി, ഇത്ര വലിയ തുക മുടക്കി ഈ ഒരു സംഘർഷവുമായി മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിമർശനമുയരുന്നുണ്ട്. ഇതിനെതിരെ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇത്തരം വാദങ്ങളും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുകയാണ്. സൈനിക ചെലവിന് മുൻഗണന നൽകേണ്ടതുണ്ട് എന്നാണ് ട്രംപ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഹൊർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്നുള്ള പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഇറാൻ രംഗത്ത് വരുന്നുണ്ട്. അമേരിക്കയുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാനായി അമേരിക്കയ്ക്ക് യാതൊരു അധികാരവുമില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട്. അതായത് തങ്ങളുടെ തുറമുഖങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നാൽ ഈ പ്രദേശത്തെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്കയെ തലയിലേറ്റി വെച്ചിട്ടുള്ള ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കായിരിക്കും ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മുന്നറിയിപ്പ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്. അത് അമേരിക്കയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള ബ്രിട്ടനാണ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബ്രിട്ടൻ അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ പിന്തുണയ്ക്കുന്നില്ല. അതായത് അമേരിക്ക ഹൊർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന് പറയുന്ന ഈ ഒരു നീക്കത്തോട് ബ്രിട്ടൻ അനുകൂലമായിട്ടുള്ളൊരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ചൈന ഇതിനോട് പ്രതികരിച്ചത് യുദ്ധം വീണ്ടും തുടങ്ങരുത് എന്നാണ്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അമേരിക്കയുടെ 2 കപ്പലുകൾ ഹൊർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുകയും ഇറാൻ ഈ കപ്പലുകളെ തടഞ്ഞുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ വ്യക്തമാക്കുന്നത് ഹൊർമൂസ് കടലിടുക്കിലൂടെ അനുമതിയില്ലാതെ വന്നാൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് വരുന്നത്. ഇറാനിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 30 മിനിറ്റ് സമയം മാത്രമാണ് ഈ അമേരിക്കൻ കപ്പലുകൾക്ക് നൽകിയത്. 30 മിനിറ്റിനുള്ളിൽ തിരികെ പോയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്നായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. അതിനുശേഷം അമേരിക്കൻ കപ്പലുകൾ തിരികെ പോയി എന്നാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് കപ്പലുകൾ വിജയകരമായി തന്നെ തങ്ങളുടെ യാത്ര പൂർത്തിയാക്കിയെന്നാണ്. യാതൊരു തടസ്സവും തങ്ങൾക്ക് നേരിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിൽ ആര് പറയുന്ന കാര്യമാണ് സത്യം എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 2 ആഴ്ചയായി ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ദക്ഷിണ ലെബനനിലെ ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈബഹ് അതുപോലെ തന്നെ നഖൂറ തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് ഈ നാശനഷ്ടങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ 90% വീടുകളും തകർന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനോട് ഇസ്രയേൽ പറയുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത്.